നല്ല പൊട്ടറ്റോ കിട്ടുമ്പോൾ ഞാൻ എന്നും കൂടുതൽ വാങ്ങിച്ച് വയ്ക്കുവേ. എന്നിട്ട് ഇതാ ഇതുപോലെ പുഴുങ്ങിയിട്ട് പൊട്ടറ്റോ മസാല ഉണ്ടാക്കി വയ്ക്കും. അത് പൂരിക്ക് കറിയായിട്ട് എടുക്കാം, പിന്നെ നമുക്ക് മസാല ദോശ ഉണ്ടാക്കുമ്പോൾ എടുക്കാം. ഇത് ചുമന്നിരിക്കുന്നത് ബീറ്റ്റൂട്ടും കൂടെ ചേർത്തിട്ടാണ്. ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കിട്ടത്തില്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് ബ്രെഡ് ബാക്കി വന്നതിരിപ്പുണ്ട്, പിന്നെ മീൻ വറുത്തതിരിപ്പുണ്ട്. എന്നാൽ ഞാൻ ഓർത്തൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി കളയാമെന്ന്. അപ്പോൾ നമുക്ക് ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, എല്ലാം കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാപ്സിക്കം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇച്ചിരി കുരുമുളക് പൊടി, ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ആ പൊട്ടറ്റോ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ആ മസാലയ്ക്കകത്തോട്ടിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടെ നമുക്കിതിനകത്തോട്ട് പൊടിച്ച് ചേർക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഇളക്കിയെടുത്തിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഈ ഷേപ്പിൽ പരത്താൻ പറ്റാത്തൊരു റൗണ്ട് ഷേപ്പിൽ പരത്തിയാലും മതിയേ. ഇനി കാഞ്ഞ എണ്ണയിൽ വറുത്ത് കോരാം. കണ്ടോ എത്ര പിടിയെന്നാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയതല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് ടൊമാറ്റോ സോസും ഉണ്ടാക്കിയായിരുന്നേ. കടയിൽ നിന്ന് വാങ്ങിച്ച ടൊമാറ്റോ സോസ് തീർന്നു പോയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ.